സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത കാട്ടാനയാക്രമണം. മലപ്പുറം നിലമ്പൂർ അകമ്പാടം മൂലപ്പാടത്ത് കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറൈവിനാണ് മരിച്ചത്. ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്? എന്താണ് മറ്റു വിശദാംശം? അജി കുഞ്ഞുമോൻ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 9 കൂടിയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ അകമ്പാടത്തെ മൂലപ്പാടത്തെ അരയാട് എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ ഒരു അതിഥി തൊഴിലാളി ദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ഒരു എസ്റ്റേറ്റാണ് ഇത്. ഇന്ന് രാവിലെ എസ്റ്റേറ്റിൽ ടാപ്പിങ്ങും മറ്റു ജോലികളൊക്കെ നടന്നിരുന്നു. ഈ ജോലി കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിരുന്നു. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് വലിയ ഒരു എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിന്റെ 3 ഭാഗവും വനമാണ്. ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഈ വനഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കാട്ടാനകൾ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നിപ്പോൾ ഈ ഇവരുടെ ജോലി കഴിഞ്ഞ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിനിടെയാണ് ഈ കാട്ടാന വന്നത്. മറ്റു തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ ആന വരുന്നത് കണ്ട് ഓടുകയും ഈ മരിച്ച ജാർഖണ്ഡ് സ്വദേശിയായ ചാരു ഉറവനോട് അവിടെ നിന്ന് ഓടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം മൊബൈൽ ഫോണിലായതിനാൽ ഈ മറ്റു തൊഴിലാളികൾ പറയുന്നത് ഇദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. പെട്ടെന്നാണ് ഇത്തരത്തിൽ ഈ ആന പെട്ടെന്ന് വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഈ ചാരു ഈ ആനയെ കാണുകയും ചെയ്തത്. ഉടൻ തന്നെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയെങ്കിലും ആന പിന്തുടർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചാരു ഓർഗൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി മറ്റു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വിട്ടു നൽകുക. ശരി, ജംഷീറാണ് വിവരങ്ങൾ നൽകിയത്.